ഏറെ വിവാദമായ PSC പരീക്ഷാ ക്രമക്കേടിൽ ഗവർണർ ഇടപെടുകയാണ്. ഗവർണർ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത് 2 മാസത്തോളം നീണ്ട പരാതികൾക്കൊടുവിലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അതൃപ്തിയെ തുടർന്നാണ്. പ്രധാനമായും PSC പരീക്ഷാ ക്രമക്കേടിൽ 100ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളിൽ ഒന്നും പോലീസ് കൃത്യമായി കേസെടുത്തിട്ടില്ല. ക്രൈംബ്രാഞ്ച് പോലീസും എല്ലാം അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ലോക് ഭവൻ അതിൽ തൃപ്തിയായിട്ടില്ല. ലോക് ഭവൻ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഗവർണർ നേരിട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാനുള്ള ഒരു നീക്കം നടക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഗവർണർ രാഷ്ട്രപതിക്ക് ഈ പരാതി റിപ്പോർട്ട് നൽകുന്നതോടൊപ്പം തന്നെ ഭരണഘടന പരിരക്ഷയുള്ള സ്ഥാപനമായതുകൊണ്ട് ഗവർണർക്ക് നേരിട്ട് നടപടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രപതി നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് റഫർ ചെയ്തു കഴിഞ്ഞാൽ PSC അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് ലഭിക്കും. അതിനുശേഷമുള്ള നടപടിയിൽ PSCക്കെതിരെ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിലൊരു നിരീക്ഷണം അറിയിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് നേരിട്ട് ഇതിന്റെ അംഗങ്ങളെ പിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുംപിടുത്തത്തിലേക്കാണ് ഗവർണർ നീങ്ങുന്നതെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഗവർണർ ഇതിൽ കൃത്യമായി ഇടപെട്ട ഈ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി ഇതിൽ നടത്തുന്നുണ്ട്. 100ഓളം പരാതികൾ ലഭിച്ചിട്ടും പോലീസ് PSC ആസ്ഥാനത്തിലെത്തി രേഖകൾ പരിശോധിച്ചു, അന്വേഷണം നടത്തി. പക്ഷേ 2 മാസമായിട്ടും ആസൂത്രണ ബോർഡിൽ പരീക്ഷയിൽ മാത്രമാണ് ഒരു കേസെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റു പരാതികളിൽ കാര്യമായ ഒരു നീക്കമുണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു എതിർപ്പ് ലോക് ഭവനിൽ നിന്നുണ്ട്. ഏതായാലും ലോക് ഭവൻ നേരിട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുന്നതോടെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി PSC അംഗങ്ങൾക്കും PSC ചെയർമാനും ഉണ്ടാകും. ഏതായാലും കഴിഞ്ഞ LDF സർക്കാരിലാണ് ഈ PSC അംഗങ്ങളെയൊക്കെ നിയമിച്ചത്. ഏതായാലും ഇപ്പോൾ നിലവിൽ LDF സർക്കാർ അടക്കം PSCയുടെ ക്രമക്കേടിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം പലയിടത്തും കാണുന്നുണ്ട്. ഇതിന് ശക്തമായ നിലപാടുകളോടെ ഗവർണർ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.